സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. നോക്കാം ആവർത്തന പുസ്തകം 11 അധ്യായം 10 വാക്യം വായിക്കാം. നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശം നീ വിട്ടുപോകുന്ന മിസ്രയീം ദേശം പോലെ അല്ല. മതി, നമുക്ക് പിന്നെ വായിക്കാം ബാക്കി. കർത്താവിനോടൊപ്പം നടക്കുന്ന ഒരു വ്യക്തിക്ക് എല്ലാ ദിവസവും പുതിയ ദിവസമാണ്, എല്ലാ വർഷവും പുതിയ വർഷമാണ്, ഓരോ നിമിഷവും പുതിയ അനുഭവമാണ്, ഓരോ ദിവസവും പുതിയ അനുഗ്രഹമാണ്. മിസ്രയീം ദേശത്ത് 400ഓളം വർഷങ്ങൾ ഇസ്രായേൽ മക്കൾ കഠിന കഷ്ടത അനുഭവിക്കാനിടയായി. യോസേഫ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് യോസേഫ് കാരണം അവിടേക്ക് കടന്നു വന്നതായ യാക്കോബും അതുപോലെ സഹോദരന്മാർ എല്ലാവരും അവരവിടെ സമൃദ്ധി പ്രാപിച്ചു. എന്നാൽ യോസേഫിന്റെ മരണശേഷം അവിടെ പുതിയൊരു രാജാവ് വരുവാനിടയായി. വർദ്ധിച്ചതായ ഇസ്രായേൽ ജനത്തെ ഒതുക്കുവാനായി ജനിക്കുന്ന ആൺകുട്ടികളെയെല്ലാം കൊന്നുകളയുവാനുള്ളതായ കൽപ്പന പുറപ്പെടുവിച്ചു. ഇസ്രായേൽ മക്കളെ അടിമകളാക്കി മാറ്റി അവരെ കൊണ്ട് കഠിനമായ വേല ചെയ്യിക്കാനിടയായി. സ്വാതന്ത്ര്യത്തോടെ ജീവിച്ചു വന്നതായ ഇസ്രായേൽ മക്കൾ, ദൈവത്തിൻ്റെ ജനമായി വിളിക്കപ്പെട്ടിരുന്ന ഇസ്രായേൽ മക്കൾ അടിമകളായിരുന്നതായ സമയത്ത്, വലിയ കഷ്ടത അനുഭവിക്കുന്ന കാലത്ത് അവർ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം അവരുടെ നിലവിളി കേട്ടു. മോശയെ അങ്ങോട്ട് അയച്ചിട്ട് ഒരുപാട് അത്ഭുത പ്രവൃത്തികൾ ചെയ്ത് അവരെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ച്, അതുപോലെ തന്നെ ഒരുപാട് അത്ഭുത പ്രവൃത്തികളൊക്കെ ചെയ്ത് ചെങ്കടലിനെ 2 ഭാഗങ്ങളാക്കി മാറ്റി അവരെ പുറത്തു കൊണ്ടുവന്ന് വാഗ്ദത്ത ദേശത്ത് പാർപ്പിച്ചു. 400 വർഷങ്ങൾ അവരുടെ ജീവിച്ച അവരുടെ ജീവിത രീതിയൊക്കെ ഒരു ദിവസം കൊണ്ട് മാറിപ്പോകുമോ? പിതൃ പാരമ്പര്യമാകുന്ന വ്യർത്ഥ പ്രവർത്തനങ്ങൾ നമ്മിൽ പല ആളുകളെയും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. രക്ഷിക്കപ്പെട്ടതിന് ശേഷം കർത്താവിൻ്റെ സാക്ഷിയായി ജീവിക്കുമെന്നുള്ള തീരുമാനമെടുത്തതിന് ശേഷം പഴയ ജീവിതം നിന്നെ വേട്ടയാടുന്നുണ്ടോ? ഈ ദിവസം ദൈവത്തിൻ്റെ വചനം പറയുന്നു, പഴയത് കഴിഞ്ഞുപോയി, സകലതും പുതുതായിരിക്കുന്നു. നീ ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടതയാണോ, എന്തെല്ലാം ബുദ്ധിമുട്ടാണോ അനുഭവിച്ചത്, എന്തെല്ലാം ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുമാണ് നീ അനുഭവിച്ചത്, അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ നിനക്കൊരു അനുഗ്രഹമായി മാറാൻ പോകുന്നു. നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഏതു സമയം നോക്കിയാലും ഒരു നിബന്ധന ഇല്ലാതെ ഒരു വാഗ്ദത്തം നിറവേറുകയില്ല. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നാം ഏതു സമയത്തും കർത്താവിൻ്റെ ഹിതം നിറവേറ്റുന്ന വ്യക്തിയായിരിക്കണം എന്നത് വളരെ വാസ്തവമാണ്. ചിലർ ദൈവത്തോട് തർക്കിക്കാറുണ്ട്, ദൈവത്തോട് ചിലർ വിലപേശാറുണ്ട്. നീ എനിക്ക് ഇങ്ങനെ ചെയ്തു തന്നാൽ ഞാൻ അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അവർ ദൈവത്തോട് ആണയിടാറുണ്ട്. എന്നാൽ നീ ദൈവത്തെ വിശ്വസിച്ചാൽ മാത്രം മതി. നീ വിചാരിക്കുന്നതിൽ പരമായിട്ട് ദൈവം നിനക്ക് വേണ്ടി ചെയ്യും. അതുപോലെ തന്നെ അവൻ നിന്നെ അനുഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ചെറിയൊരു വാക്ക് കാണുവാനായിട്ട് കഴിയും. 11 അധ്യായം 1 വാക്യത്തിൽ, ആകയാൽ നിന്റെ ദൈവമായ യഹോവയെ നീ സ്നേഹിച്ച് അവൻ്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും വിധികളും കൽപ്പനകളും എല്ലായ്പ്പോഴും പ്രമാണിക്കണം. അതായത് നീ അവൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും ചട്ടങ്ങളും എല്ലായ്പ്പോഴും പ്രമാണിക്കണമെന്ന് പറയുന്നു. അവൻ നിന്നിൽ നിന്ന് സ്നേഹം ആഗ്രഹിക്കുന്നു. നമ്മെ സ്നേഹിക്കുന്ന കർത്താവ് നിന്റെ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട്. നിന്നെ ജീവനതുല്യം സ്നേഹിക്കുന്നവനായ കർത്താവ്, നീ കർത്താവിനെ സ്നേഹിക്കണം എന്നും ആഗ്രഹിക്കുന്നു. അവനെ സ്നേഹിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കണം. അവൻ്റെ കൽപ്പനകൾ കഠിനമായതല്ല. അവൻ്റെ കൽപ്പനകൾ പഴയ നിയമത്തിൽ കഠിനമായിട്ട് നമുക്ക് തോന്നുമ്പോഴും 10 കൽപ്പനകൾ അനുസരിക്കുന്നത് മനുഷ്യന് സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയതായ കർത്താവ് ആ 10 കൽപ്പനകളെ ലഘുവാക്കിയതായ കൽപ്പനകളാക്കി മാറ്റുവാൻ ഇടയായി. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഈ കൽപ്പനകൾ പാലിക്കുന്നവൻ 10 കൽപ്പന പ്രമാണിക്കുന്നുവെന്നാണ്. കർത്താവിനെ സ്നേഹിക്കുന്ന വ്യക്തി കർത്താവിനെ ആരാധിക്കുവാൻ ഇടയാകും. 1 സ്ഥാനം അവന് തന്നെ കൊടുക്കും. അവൻ്റെ കൽപ്പനകളെയെല്ലാം പ്രമാണിക്കും.
അവൻ്റെ ചട്ടങ്ങളെ അനുസരിക്കും. അയൽക്കാരനെ സ്നേഹിക്കുന്ന വ്യക്തി മോഷ്ടിക്കുകയില്ല, കള്ളം പറയില്ല, വ്യഭിചാരം ചെയ്യില്ല, അവന് ദോഷം ചെയ്യില്ല, അവനോട് കള്ളസാക്ഷ്യം പറയുകയില്ല. ഈ എല്ലാ കൽപ്പനകളും ചുരുക്കിക്കൊണ്ട് 2 കൽപ്പനകളാക്കിയിട്ട് നൽകി. അതിൻ്റെ ആധാരം സ്നേഹമാണ്. നീ ദൈവത്തെ സ്നേഹിച്ചാൽ ദൈവസന്നിധിയിൽ നീ സത്യസന്ധനായിരിക്കും. മനുഷ്യരെ സ്നേഹിക്കുക, മനുഷ്യർക്ക് ദോഷം ചെയ്യാതെ മനുഷ്യരെ, അയൽക്കാരെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കൂ. അപ്പോൾ പാപത്തിന് നിന്റെ ജീവിതത്തിൽ നീ ഇടം കൊടുക്കുകയുമില്ല. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കണം. അതുപോലെ എന്നെ നിങ്ങൾ സ്നേഹിക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ചെയ്യാനിടയാകും. കർത്താവ് പറയുന്നു, നീ എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ കൈക്കൊള്ളുകയാണെങ്കിൽ ഈ വർഷം നിന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹപ്പെട്ട വർഷമാക്കി, അതുപോലെ നന്മയുള്ള വർഷമാക്കി മാറ്റാനിടയാകും. നീ എന്നെ അനുസരിച്ചാൽ. 10-ാം വാക്യം വീണ്ടും വായിക്കാം. നിങ്ങൾ കൈവശമാക്കാൻ പോകുന്നതായ ദേശം, ഇപ്പോൾ നീ വന്നിരിക്കുന്നതായ ഈ വർഷം നിന്റെ ജീവിതത്തിലെ കഴിഞ്ഞ വർഷങ്ങളെ പോലെയുള്ളത് അല്ല. മുൻവർഷങ്ങളിൽ നീ അനുഭവിച്ചതായിട്ടുള്ള കഷ്ടതകളും രോഗങ്ങളും ദുഃഖങ്ങളും പ്രതികൂലങ്ങളും വേദനകളും ഒറ്റപ്പെടലുകളും അങ്ങനെ വിവിധമായിട്ടുള്ളതായ പോരാട്ടങ്ങളിൽ നിന്ന് നിങ്ങൾ വെളിയിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ മുൻ വർഷങ്ങളെ പോലെ ആവുകയില്ല എന്നാണ് പറയുന്നത്. എങ്ങനെയായിരിക്കും അനുഭവം? എങ്ങനെയാണ് അവിടുത്തെ അനുഭവം? അവിടെ നീ വിത്ത് വിതച്ചിട്ട്, മുൻ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ അവർ എന്തൊക്കെയായിരുന്നു ചെയ്തത്? അവർ വിത്ത് വിതച്ചിരുന്നു. പച്ചക്കറിത്തോട്ടം പോലെ നിന്റെ കാലുകൊണ്ട് നനയ്ക്കേണ്ടി വന്നു. ശ്രദ്ധിക്കുക, ഇവിടെ കൃഷി എന്ന് ആരെങ്കിലുമുണ്ടോ? കൃഷി ചെയ്യുവാൻ അറിയാവുന്ന ആളുകളുണ്ടോ? അത് കണ്ടിട്ടുള്ള ആളുകളുണ്ടോ? ഇന്നുള്ള കൃഷിപ്പണി വേറെയാണ്. ആ കാലത്തുണ്ടായിരുന്ന കൃഷിപ്പണികളും വേറെയായിരുന്നു. ആ കാലത്ത് കൃഷി എന്ന് ചോദിച്ചാൽ മഴ പെയ്യുമ്പോൾ അവർ വിത്ത് വിതയ്ക്കുവാനിടയാകും. നല്ല വിളവ് ലഭിക്കുമായിരുന്നു. 2-3 തവണ കൃഷി ഇറക്കുമായിരുന്നു. എന്നാൽ ഈ കാലത്ത് കൃഷിപ്പണി ചെയ്യുന്ന ആളുകൾ എന്താണ്? കിണർ കുഴിക്കണം, മോട്ടർ അവിടെ ഫിറ്റ് ചെയ്യണം, മോട്ടറിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കണം. അങ്ങനെ വലിച്ചെടുക്കുന്നതായ വെള്ളം കൃഷിസ്ഥലത്തേക്ക് പമ്പ് ചെയ്യണം. ചെടികൾ വളർന്നു വരുന്നതനുസരിച്ച് കീടനാശിനികളും വളങ്ങളും അതുപോലെ എല്ലാം തളിച്ചുകൊണ്ടിരിക്കണം. ഓരോരോ മരുന്നുകൾ അടിക്കണം. അന്നൊരു വിത്ത് വിതച്ച് അത് വളർന്ന് അതിൽ നിന്ന് ഫലം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അന്ന് ഒരുപാട് കഷ്ടപ്പെടേണ്ടിയിരുന്നു. അതുകൊണ്ടാണ് കൃഷിക്കാർക്ക് എത്ര വലിയ വിളവ് ലഭിച്ചാലും അവരുടെ കടബാധ്യത തീരുന്നില്ല. കാരണം അവർ ആ ഫലം കൊയ്യുന്നതുവരെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതയുണ്ട്, ഒരുപാട് പണം ചിലവാക്കേണ്ടി വന്നിട്ടുണ്ട്. കാലുകൊണ്ട് വെള്ളം ചവിട്ടി തിരിച്ചുവിട്ട് ബുദ്ധിമുട്ടി കഷ്ടത അനുഭവിച്ച് ഒരു കൃഷിക്കാരൻ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്നു. ഉടുപ്പ് പോലും ഇടാതെയാണ് ജോലി ചെയ്യുന്നത്. വെയിൽ കൊണ്ട് മഴ കൊണ്ട് ഒരു വിളവുണ്ടാകാൻ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്നു. കഷ്ടപ്പെടുന്നുവെങ്കിലും അതിനനുസരിച്ചുള്ളതായ ഒരു ഫലം ലഭിക്കുന്നില്ല, പ്രതിഫലം കിട്ടുന്നില്ല. അത് കൃഷിരംഗത്ത് മാത്രമല്ല, ഇന്ന് ഏത് മേഖലയിൽ നോക്കിയാലും മനുഷ്യൻ കഷ്ടത അനുഭവിക്കുകയാണ്. പ്രാർത്ഥന. കർത്താവേ, നിന്നെ സ്തുതിക്കുന്നു, നിന്നെ മഹത്വപ്പെടുത്തുകയാണ്. നിന്റെ വാഗ്ദത്തങ്ങളിൽ ശക്തിയുണ്ട്, നിന്റെ നാമത്തിൽ ശക്തിയുണ്ട്. നിന്റെ കൃപ ഞങ്ങൾക്ക് അത്യാവശ്യമായിരിക്കുന്നു. ഇനിയുള്ള കാലങ്ങളിൽ മുൻപോട്ട് പോകുവാൻ നിന്റെ കൃപയില്ലാതെ ഞങ്ങൾക്ക് കഴിയുകയില്ല. കർത്താവേ, നിന്റെ ദൃഷ്ടി ഞങ്ങളുടെ മേൽ ഉണ്ടായിരിക്കണം. ഓരോ നിമിഷവും ഞങ്ങളെ പരിപാലിക്കണം. ഓരോ നിമിഷവും ഞങ്ങളെ കരുതി നടത്തണം. നിന്റെ ചിറകടിയിൽ ഞങ്ങളെ മറച്ചുകൊണ്ട് ദോഷത്തിൽ നിന്ന്, തിന്മയിൽ നിന്ന്, ദുഷ്ടന്റെ തന്ത്രങ്ങളിൽ നിന്ന്, പിശാചിന്റെ സകല കുടുക്കുകളിൽ നിന്നും ഞങ്ങളെ വിടുവിച്ചുകൊണ്ട്, ദുഷ്ടപ്രവർത്തനങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചുകൊണ്ട് നിന്റെ സാക്ഷികളായിട്ട് ജീവിക്കുവാൻ, നിന്നിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ, നിന്നെ മഹത്വപ്പെടുത്തിയുള്ള ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ
യേശുവേ യേശുവേ യേശുവേ യേശുവേ യേശുവേ യേശുവേ നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ